രണ്ട് രൂപത്തിൽ നമുക്ക് വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാം, അഥവാ ജനാബത്ത് കുളിക്കാം. ഏതാണ് ഈ രണ്ട് കുളി? ഒന്നിന് നാം സാധാരണ പറയുക ഗസ്ലുൻ മജ്സിയുൻ എന്നാണ്. ഗസ്ലുൻ മജ്സിയുൻ അഥവാ മതിയായത്, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് പറയപ്പെടാവുന്ന ലളിതമായ രൂപം. അപ്പോൾ ഈ കുളിയുടെ ഏറ്റവും ലളിതമായ രൂപമാണ്. അങ്ങനെ കുളിച്ചാൽ തന്നെ വലിയ അശുദ്ധിയിൽ നിന്ന് അയാൾ ശുദ്ധിയായി. ഇതിനാണ് അതിൻ്റെ ലളിതമായ രൂപം എന്ന് പറയുന്നത്. രണ്ടാമത്തെ രൂപമാണ് ഗസ്ലുൻ കാമിലുൻ, സമ്പൂർണമായ ഒരു കുളി, ഒരുപാട് സുന്നത്തുകളും നല്ല നല്ല കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഒരു പെർഫെക്റ്റ് ആയ ഒരു കുളി. ഇങ്ങനെ ഗസ്ലുൻ മജ്സി, നമുക്ക് മതിയായതായ ഒരു കുളിയുമുണ്ട്, സമ്പൂർണമായ മറ്റൊരു രൂപവുമുണ്ട്. ഈ രണ്ട് രൂപങ്ങളും എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഏറ്റവും മിനിമം എന്താണ് ചെയ്യേണ്ടത്? ഒരാൾ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ ഏറ്റവും മിനിമം എന്താണ് ചെയ്യേണ്ടത് പരിശോധിക്കാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻ, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖുദു സലാസത അകുഫിൻ വയുഫീദുഹാ അലാ റഅസി സുമ്മ യുഫീദു അലാ സായിരി ജസദിഹി. എങ്ങനെയാണ് ജനാബത്ത് കുളിക്കേണ്ടത് എന്ന വിഷയം ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിക്കുകയാണ്. എന്താണ് അതിൻ്റെ ഏറ്റവും ചെറിയ രൂപം? അപ്പോൾ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് ചെയ്യും? മൂന്ന് കൈ വെള്ളമെടുക്കും. രണ്ട് അക്കുഫ് എന്ന് പറഞ്ഞാൽ രണ്ട് കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അതൊരു 3 കൈ വെള്ളമെടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ തലയിലൂടെ ഒഴിക്കും. അപ്പോൾ വെള്ളമെടുത്ത് തലയൊന്ന് കഴുകും, എന്ന് പറഞ്ഞാൽ തലയിൽ പൂർണ്ണമായും വെള്ളം എത്തി എന്ന് ഉറപ്പ് വരുത്തുക. അതൊരു 3 തവണ, 3 കൈ പിടിയിൽ ഒതുങ്ങുന്ന വെള്ളം. പിന്നെന്ത് ചെയ്യും? സുമ്മ യുഫീദു അലാ സായിരി ജസദിഹി, ശരീരത്തിൽ മുഴുവൻ ആ വെള്ളം ഒഴിക്കുകയും ചെയ്യും. ആദ്യം തല അങ്ങനെ കഴുകിയിട്ട് പിന്നെ ശരീരത്തിൽ മുഴുവൻ വെള്ളം ഒഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു 3 പാട്ടയിലോ അതല്ലെങ്കിൽ 3 കൈപ്പത്തി വെള്ളമെടുത്ത് തലയിലൂടെ ഒഴിക്കുക, പിന്നീട് വെള്ളമെടുത്ത് ശരീരത്തിലും ഒഴിക്കുക. ഇങ്ങനെ തലയും ശരീരവും മുഴുവനായി നനഞ്ഞു എന്ന് ഉറപ്പ് വരുത്തുക. ശ്രദ്ധിക്കുക, എന്താണ്? തലയും ശരീരവും മുഴുവനായി നനഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയാൽ മതിയാകുന്നതാണ്. അപ്പോൾ ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ചോദ്യകർത്താവ്, എനിക്ക് നല്ല കട്ടിയുള്ള മുടിയുള്ള ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് തലയിൽ അത്രമാത്രം വെള്ളം ഒഴിച്ചാൽ മതിയാകുമോ? അതല്ലെങ്കിൽ ഒരുപാട് മുടിയുണ്ട്, നീളമുള്ള മുടിയുണ്ട്, എനിക്ക് അത്ര മതിയാകുമോ എന്ന് ചോദിച്ചപ്പോൾ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു അതിന് നൽകിയ മറുപടി, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്സറ മിൻക ശഅറ, നിന്നേക്കാൾ മുടിയുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് നല്ല മുടിയുണ്ടായിരുന്നു. എന്നിട്ടും അള്ളാഹുവിൻ്റെ റസൂൽ എത്രയേ ചെയ്തിട്ടുള്ളൂ? അതിൻ്റെ മിനിമം രൂപം, തലയിൽ ഒരു 3 കൈപ്പത്തി വെള്ളം എടുത്തിട്ട് തലയിലൂടെ ഒഴിച്ചു, ബാക്കി പിന്നീട് വെള്ളമെടുത്ത് ശരീരത്തിലും ഒഴിച്ചു. അപ്പോൾ ജനാബത്ത് കുളിയുടെ ഏറ്റവും ചെറിയ രൂപം തലയടക്കം ശരീരം മുഴുവൻ വെള്ളം കൊണ്ട് നനയ്ക്കലാണ്, അല്ലെങ്കിൽ കഴുകലാണ്. വേറെ കൂടുതലൊന്നും ചെയ്യേണ്ടതില്ല. അങ്ങനെ ചെയ്താൽ തന്നെ ജനാബത്ത് കുളിച്ചതായി പരിഗണിക്കപ്പെടുന്നതാണ്. സ്ത്രീകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി ഇംറഅത്തുൻ അശദ്ദു ളഫറ റഅസി ഫഅൻഖുദുഹു ലിഗുസ്ലിൽ ജനാബ. അവർ തല നന്നായി ശക്തിയായി മുടി കെട്ടുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ഞാൻ ജനാബത്ത് കുളിക്കുമ്പോൾ ആ മുടിയെല്ലാം അഴിച്ചിട്ടതിന് ശേഷമാണോ കുളിക്കേണ്ടത്, അതല്ല ആ കെട്ടിയ രൂപത്തിൽ തന്നെ എനിക്ക് കുളിക്കൽ അനുവദനീയമാണോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ലാ, നീ എന്ത് ചെയ്യേണ്ടതില്ല? ആ മുടി അഴിക്കേണ്ടതില്ല. ഇന്നമാ യക്ഫീകി അൻ തഹ്സി അലാ റഅസികി സലാസ ഹസയാത്തിൻ, നീ 3 കോരി വെള്ളം തലയിൽ ഒഴിച്ചാൽ മതി. മടഞ്ഞിട്ട മുടി അഴിക്കണം എന്നില്ല ജനാബത്തുകാരാണെങ്കിൽ. എന്നാൽ ആർത്തവകാരികളുടെ കുളി വ്യത്യാസമുണ്ട്, ഇൻഷാ അല്ലാഹ് അത് മറ്റു സന്ദർഭത്തിൽ നമുക്ക് പറയാം. എന്നാൽ ജനാബത്തുകാരിയായ ഒരു സ്ത്രീ മടഞ്ഞിട്ട കെട്ടിയിട്ട മുടി അഴിക്കേണ്ടതില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, നിന്റെ തലയിലൂടെ നീ 3 കോരി വെള്ളം ഒഴിച്ചാൽ മതി. തുഫീദീന അലൈകിൽ മാഅ ഫതതുഹിരീന, പിന്നീട് ശരീരത്തിൽ മുഴുവൻ വെള്ളം ഒഴിച്ച് ശുദ്ധിയാക്കിയാൽ മതി. അപ്പോൾ സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ ജനാബത്ത് കുളിയുടെ ഏറ്റവും ലഘുവായ രൂപം ഇതാണ്. തലയിലേക്ക് 3 കോരി, അത് കൈകൊണ്ടുള്ള പിടിയാലും മതി, പാട്ടയിലാണെങ്കിലും മതി, തല ഒഴിച്ചു തലയിലേക്ക് 3 തവണ ഒഴിക്കുക, പിന്നെ ശരീരത്തിൽ മുഴുവൻ വെള്ളം എത്തിക്കുക. എന്നിട്ട് കൈകൊണ്ട് ഉരച്ച് കഴുകാൻ സാധിച്ചാൽ അത്രയും നല്ലത്. ഇങ്ങനെ ശരീരത്തിൽ മുഴുവൻ വെള്ളം എത്തിച്ചു എന്ന് ഉറപ്പ് വരുത്തിയാൽ ജനാബത്ത് കുളിയായി. അതേ സമയത്ത് ധാരാളം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ട, അതിന് ചില അടിസ്ഥാനമുണ്ട് താനും, ഒരു കാര്യം കൂടിയുണ്ട്. എന്താണത്? ഇങ്ങനെ ലഘുവായി കുളിക്കുമ്പോഴും
മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും വായ കൊപ്പിളിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിനവർ പറയുന്ന തെളിവ്, വായയും മൂക്കും നമ്മുടെ മുഖത്തിൻ്റെ ഭാഗത്തിൽപ്പെട്ടത് തന്നെയാണ്, ശരീരത്തിൽപ്പെട്ടത് തന്നെയാണ്. കാരണം പരിശുദ്ധ ഖുർആനിൽ ഫഗ്സിലു വുജൂഹക്കും സൂറത്തുൽ മാഇദയിൽ പറയുന്നത്, വുളൂവിനെ കുറിച്ച് പറയുന്നിടത്ത് നിങ്ങൾ നിങ്ങളുടെ മുഖം കഴുകുക എന്ന് സൂറത്തുൽ മാഇദയിലുണ്ട്. പക്ഷെ മുഖം കഴുകൽ എങ്ങനെയാണ് എന്ന് റസൂൽ കാണിച്ചു തന്നു. പ്രവാചകൻ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും വായ കൊപ്പിളിക്കുകയും ചെയ്തു. അത് മുഖം കഴുകുന്നതിൻ്റെ ഭാഗമാണ് എങ്കിൽ ശരീരത്തിൽ മുഴുവൻ വെള്ളം എത്തിക്കുക എന്ന് പറയുന്ന കുളിയുടെ ലഘുവായ രൂപത്തിലും വായ കൊപ്പിളിക്കാനും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാനും മറക്കാതിരിക്കുക. ഈ നിലക്ക് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാർ, അതല്ലെങ്കിൽ ഹംബലി മദ്ഹബിലെ പ്രഗത്ഭമായ അഭിപ്രായം പോലും അങ്ങനെയാണ്. അപ്പോൾ ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നതിന് വിരോധമില്ല. പക്ഷെ അത് ചെയ്തിട്ടില്ലെങ്കിൽ അയാളുടെ വലിയ അശുദ്ധിക്ക് വേണ്ടിയുള്ള ആ കുളി ശരിയായില്ല എന്ന് പറയാൻ പറ്റൂല. ഒരാൾ വായ കൊപ്പിളിച്ചില്ല പ്രത്യേകം, അല്ലെങ്കിൽ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിയില്ല, ആ നിലക്ക് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ കുളി ശരിയായിട്ടില്ല എന്ന് പറയാൻ പറ്റൂല. എന്നാൽ അതുകൂടി ചെയ്യലാണ് അതിൻ്റെ സമ്പൂർണ്ണത. നേരത്തെ പറഞ്ഞ തെളിവുകളോട് യോജിച്ചു നിൽക്കുന്നതും അതാണ് എന്ന് ധാരാളം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ കാര്യം കൂടി സൂക്ഷ്മതയ്ക്ക് വേണ്ടി നമ്മളൊന്ന് ശ്രദ്ധിക്കുക. കാരണം അത് നമുക്ക് വലിയ ഭാരമുള്ള ഒരു കാര്യമൊന്നുമല്ല. നമ്മുടെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, വായ കൊപ്പിളിക്കുക, ഇതൊന്നും ഒരു ഭാരമേ ഉള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ജനാബത്ത് കുളിക്കുമ്പോൾ ശരീരത്തിൽ മുഴുവൻ, തലയിലൂടെയും ശരീരത്തിലൂടെയും വെള്ളം ഒഴിക്കുമ്പോൾ നാം ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ ഇൻഷാ അള്ളാഹ് അത് കൂടുതൽ ഖൈറായി തീരും. ഇതാണ് ജനാബത്ത് കുളിയുടെ ഏറ്റവും ലഘുവായ രൂപം. ഇൻഷാ അള്ളാഹ് ഇനി കാമിലായ സമ്പൂർണമായ രൂപം എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. നമുക്ക് ഈ വിഷയത്തിൽ 2-3 ഹദീസുകൾ മനസ്സിലാക്കിയതിന് ശേഷം പരിപൂർണമായ കുളിയുടെ 10 കാര്യങ്ങൾ നമുക്ക് ഇൻഷാ അള്ളാഹ് അവസാനത്തിൽ വിശദീകരിക്കാം. അപ്പോൾ ഈ ഹദീസുകളൊക്കെ ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഒന്ന്, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹയോട് മൈമൂന റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുക്കുകയാണ്, അവരും നബിയും എങ്ങനെയായിരുന്നു ജനാബത്ത് കുളിച്ചിരുന്നത്. കാലത്ത് അവർ പറയുകയാണ്, സബബ്തു ലിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗുസ്ലൻ, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന് വെള്ളം ഒഴിച്ചു കൊടുത്തു കുളിക്കാൻ വേണ്ടി, ജനാബത്ത് കുളിക്കാൻ വേണ്ടി. അപ്പോൾ റസൂലുള്ളാഹി എന്താണ് ചെയ്തത്? ശരിക്കും ശ്രദ്ധിക്കുക. ഫഅഫറഗ ബിയമീനിഹി അലാ യസാരിഹി ഫഗസലഹുമ, തൻ്റെ വലത് കൈകൊണ്ട് ഇടത് കൈയിലേക്ക് പ്രവാചകൻ വെള്ളം ഒഴിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? 2 കൈകളും വൃത്തിയായി കഴുകി. ഫഗസലഹുമ. മറ്റൊരു റിവായത്തിലുണ്ട് സലാസ മറാത്തിൻ, 3 തവണ അള്ളാഹുവിന്റെ റസൂൽ തൻ്റെ 2 കൈപ്പത്തിയും 2 കൈകളും കഴുകി. അപ്പോൾ ആദ്യം തന്നെ വെള്ളത്തിലേക്ക് കൈയിടാതെ പ്രവാചകൻ പാത്രത്തിൽ നിന്ന് ഒഴിക്കുകയാണ് ചെയ്തത്. പാത്രത്തിൽ നിന്ന് ഒഴിച്ചിട്ട്, കാരണം ജനാബത്തുകാരൻ നേരെ തന്നെ വെള്ളത്തിലേക്ക് കൈയിടാൻ പാടില്ല, മറിച്ച് ആദ്യം കൈ കഴുകണം. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ ചെയ്തു. പിന്നെ റസൂൽ ചെയ്തത് സുമ്മ ഗസല ഫർജഹു, തൻ്റെ ലൈംഗികാവയവം ശുദ്ധീകരിച്ചു. ശ്രദ്ധിക്കുക, ഈ പറയുന്നതൊക്കെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെയാണ്. സുമ്മ ഗസല ഫർജഹു, അള്ളാഹുവിന്റെ റസൂൽ തൻ്റെ ലൈംഗികാവയവം ശുദ്ധിയാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? സുമ്മ, മറ്റൊരു റിവായത്തിലുണ്ട് ഇടത് കൈ കൊണ്ടാണ് ശുദ്ധീകരിച്ചത്. അത് ഞാൻ വായിക്കും, എന്നാലും ഇപ്പോഴും പറഞ്ഞു വെക്കുകയാണ്. ഇടത് കൈ കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ തൻ്റെ ലൈംഗികാവയവം ശുദ്ധീകരിച്ചു. സുമ്മ ഖാല ബിയദിഹിൽ അർദ ഫമസഹഹാ ബിത്തുറാബ് സുമ്മ ഗസലഹ, എന്നിട്ട് ലൈംഗികാവയവം തൻ്റെ ഇടത് കൈ കൊണ്ട് കഴുകിയതിന് ശേഷം അള്ളാഹുവിന്റെ റസൂൽ ആ കൈ നിലത്ത് നന്നായി ഒന്ന് ഉരച്ചു. കുളിക്കുന്ന സ്ഥലത്ത് നിലത്ത് നന്നായി ഒന്ന് ഉരച്ചതിന് ശേഷം, കാരണം കൈകളിൽ വല്ലതും പറ്റിപ്പിടിക്കാനുള്ള സാധ്യത കൊണ്ടും അശുദ്ധി കൈകളിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയും ലൈംഗികാവയവം കഴുകിയതിന് ശേഷം അള്ളാഹുവിന്റെ റസൂൽ ആ കൈകൾ നിലത്ത് ശക്തമായി ഉരച്ചതിന് ശേഷം വീണ്ടും കഴുകുകയുണ്ടായി. ശ്രദ്ധിക്കുക. സുമ്മ തമദുമ്മള വസ്തൻഷഖ, പിന്നീട് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും വായ കൊപ്പിളിക്കുകയും ചെയ്തു. സുമ്മ ഗസല വജ്ഹഹു, പിന്നീട് അള്ളാഹുവിന്റെ റസൂൽ തൻ്റെ മുഖം കഴുകി. സത്യത്തിൽ അള്ളാഹുവിന്റെ റസൂൽ വുളു എടുത്തതാണ്, അത് മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ പിന്നീട് മുഖം കഴുകി. ആദ്യം വായ കൊപ്പിളിച്ചു, പിന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി, പിന്നീട് മുഖം കഴുകി. വഅഫാദ അലാ റഅസിഹി, പിന്നീട് തലയിലൂടെ വെള്ളം ഒഴിച്ചു. സുമ്മ തനഹ, പിന്നീട് അവിടെ നിന്ന് ഒരല്പം മാറിയിട്ട് ഫഗസല ഖദമൈഹി, കുളിച്ചതിന് ശേഷം പിന്നീട് അവസാനത്തിൽ തൻ്റെ 2 കാലുകളും കഴുകി. സുമ്മ ഉത്തിയ ബിമിൻദീലിൻ ഫലം യൻഫുദു ബിഹ, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ഒരു ടവൽ തുടയ്ക്കാൻ വേണ്ടി കൊടുത്തു. പക്ഷേ റസൂലുള്ളാഹി ടവൽ വാങ്ങിയില്ല എന്നാണ്. തുടയ്ക്കാൻ വേണ്ടി ടവൽ വാങ്ങിയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങാതിരുന്നു. ശരി, അപ്പോൾ ഈ ഒരു ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് അള്ളാഹുവിന്റെ റസൂൽ ആദ്യം വെള്ളം തൻ്റെ കൈകളിലേക്ക് ഇങ്ങനെ ചരിച്ചുകൊണ്ട് കൈകൾ 3 തവണ കഴുകി. പിന്നീട് ഇടത് കൈകൊണ്ട് തൻ്റെ ഗുഹ്യാവയവം നന്നായിട്ട് കഴുകി. പിന്നീട് ആ കൈകൾ നിലത്ത് നന്നായി ഉരച്ച് വൃത്തിയാക്കി. പിന്നീട് വുദു എടുക്കാൻ തുടങ്ങി. അങ്ങനെ സുമ്മ ഗസലഹ, കൈ കഴുകി, പിന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി,
അതേപോലെ തന്നെ വായ കൊപ്പിളിച്ചു, പിന്നെ മുഖം കഴുകി, പിന്നെ മറ്റു കാര്യങ്ങൾ അവർ പറയുന്നില്ലെങ്കിലും പിന്നീട് പറയുന്നത് അവസാനത്തിൽ കാലുകൾ കഴുകി എന്നാണ്. പക്ഷേ ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി വ്യക്തത വരുത്തുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഇഗ്തസല മിനൽ ജനാബ ബദഅ ഫഗസല യദൈഹി. അള്ളാഹുവിന്റെ റസൂൽ ജനാബത്ത് കുളിക്കുമ്പോൾ തുടങ്ങിയത് തന്നെ കൈകൾ കഴുകിക്കൊണ്ടാണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. സുമ്മ യതവദ്ദഉ കമാ യതവദ്ദഉ ലിസ്സലാഹ്. പിന്നീട് നമസ്കരിക്കാൻ വേണ്ടി വുളു എടുക്കുന്നത് പോലെ വുളു എടുക്കും. അപ്പൊ കംപ്ലീറ്റ് വുളു ആണ് ഉദ്ദേശം, ശ്രദ്ധിക്കുക. നമസ്കരിക്കാൻ വേണ്ടി വുളു എടുക്കുന്നത് പോലെ വുളു എടുക്കും. സുമ്മ യുദ്ഖിലു അസാബിഅഹു ഫിൽ മാഇ ഫയുഖല്ലിലു ബിഹാ ഉസൂല ശഅരിഹി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളത്തിൽ കൈയിട്ടിട്ട് വെള്ളം എടുത്തിട്ട് തൻ്റെ വിരലുകളിൽ പ്രത്യേകം നനച്ചിട്ട് തൻ്റെ തലമുടിയുടെ ഓരോ ഉസൂലുകളിലും, എന്ന് പറഞ്ഞാൽ മൂർദാവിലും, മുടിയുടെ അറ്റങ്ങളിൽ, മുടി തലയിൽ നിന്ന് വളർന്നു വരുന്ന ഭാഗത്ത് നന്നായി വൃത്തിയാക്കിയതാണ്. എന്ന് പറഞ്ഞാൽ മുടി നന്നായി കൈവിരലുകൾ മുടിയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് തലയുടെ ആ തലയോട്ടിയുടെ തൊലിയിലെത്തുന്ന രൂപത്തിൽ വൃത്തിയാക്കുക. എന്ന് പറഞ്ഞാൽ കേവലം മുടിയുടെ മേൽഭാഗമല്ല, മറിച്ച് മുടിയുടെ റൂട്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ നന്നായി കഴുകി എന്നാണ്. അതാണ് യുഹല്ലിലു എന്ന് പറഞ്ഞാൽ വിരലുകൾ പ്രവേശിപ്പിച്ചുകൊണ്ട് നന്നായി തലമുടിയിൽ അള്ളാഹുവിൻ്റെ റസൂൽ നനയ്ക്കുകയുണ്ടായി. അതിനുശേഷം എന്ന് പറഞ്ഞാൽ മുടി നന്നായി ചെയ്തതിന് ശേഷമാണ് അള്ളാഹുവിൻ്റെ റസൂൽ പിന്നെ എന്ത് ചെയ്തത്? സുമ്മ യസുബ്ബു അലാ റഅസിഹി സലാസ ഖുറഫിൻ ബിയദൈ. തൻ്റെ 2 കൈകൾ കൊണ്ട് 3 കോരി വെള്ളമെടുത്ത് തലയിൽ നന്നായി ഒഴിച്ചു. തലയിൽ നന്നായി ഒഴിച്ചു. അപ്പോൾ മുടി അതിൻ്റെ വേരുകളിൽ തന്നെ വൃത്തിയാക്കിയിട്ട് പിന്നെ തലയിൽ ഒഴിച്ചു. സുമ്മ യുഫീദുൽ മാഅ അലാ ജിൽദിഹി കുല്ലിഹി. പിന്നീട് ശരീരത്തിൽ മുഴുവൻ വെള്ളം ഒഴിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ കുളിച്ചു. അപ്പോൾ ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഒന്നുകൂടി നമുക്ക് അറിവ് കിട്ടി. എന്താണത്? അള്ളാഹുവിൻ്റെ റസൂൽ നമസ്കാരത്തിൽ വുളു എടുക്കുന്നത് പോലെ വുളു എടുത്തു. അതേപോലെ തന്നെ മുടിയുടെ റൂട്ടുകളിലേക്ക് തന്നെ വിരലുകൾ എത്തിച്ചുകൊണ്ട് നന്നായി വൃത്തിയാക്കിയിട്ട് പിന്നെ തലയിൽ 3 തവണ വെള്ളമൊഴിച്ച് പിന്നീട് ശരീരം മുഴുവൻ കഴുകി. അപ്പോൾ നേരത്തെ പറഞ്ഞ മൈമൂന റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഹദീസിൽ നിന്ന് എന്ത് മനസ്സിലായി? വുളു എടുക്കുമ്പോൾ ഒന്നെങ്കിൽ പൂർണ്ണമായി അപ്പോൾ തന്നെ വുളു എടുക്കാം, ഇല്ലെങ്കിൽ കാല് കഴുകൽ മാത്രം അവസാനം കുളിച്ചതിന് ശേഷം അവസാനത്തിലേക്ക് മാറ്റി വെക്കാവുന്നതാകുന്നു. ഇങ്ങനെയും നമുക്ക് കിട്ടി. വുളു എടുത്തു എന്ന് കിട്ടി, തലമുടികൾ നന്നായി വൃത്തിയാക്കി എന്ന് കിട്ടി, തലയിൽ 3 തവണ വെള്ളം ഒഴിച്ചു എന്ന് കിട്ടി, പിന്നീട് ശരീരം മുഴുവൻ കഴുകി എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് സമ്പൂർണ്ണ വുളുവിൻ്റെ മറ്റൊരു രൂപമെന്ന് മനസ്സിലാക്കുക. ഇനി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഇഗ്തസല മിനൽ ജനാബ ദഅ ബിശൈഇൻ നഹ്വൽ ഹിലാബ് ഫഅഖദ ബികഫിഹി ഫബദഅ ബിശിഖ്ഖി റഅസിഹി അൽഐമനി സുമ്മ അൽഐസരി ഫഖാല ബിഹിമാ അലാ വസതി റഅസിഹി. ഇതിൽ നിന്ന് കുറച്ചുകൂടി അറിവ് നമുക്ക് കിട്ടും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാബത്ത് കുളിക്കുകയാണെങ്കിൽ ഒരു ചെറിയ പാത്രത്തിൽ, ഒട്ടകത്തിന്റെ പാലൊക്കെ കറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രൂപത്തിലുള്ള ഒരു പാത്രം, അതിൽ വെള്ളമെടുത്തിട്ട് ആദ്യം തലയുടെ വലതുഭാഗത്തൂടെ ഒഴിക്കും. ശ്രദ്ധിക്കുക, സുന്നത്താണ്. തലയുടെ വലതുഭാഗത്ത് ആദ്യം ഒഴിക്കുക, പിന്നെ ഇടതുഭാഗത്ത് ഒഴിക്കുക, പിന്നെ ഫഖാല ബിഹിമാ അലാ വസതി റഅസി, തലയുടെ മധ്യഭാഗത്ത് ഒഴിക്കുക. അപ്പോൾ റസൂൽ കുളിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം കോരി ഒഴിച്ചതല്ല, പിന്നെ അതിൻ്റെ സ്ഥലങ്ങൾ വരെ ശ്രദ്ധിച്ചു. ആദ്യം വലതുഭാഗത്ത്, പിന്നെ ഇടതുഭാഗത്ത്, പിന്നെ തലയുടെ മൂർധാവിൽ. ഇതേപോലെ ശരീരത്തിലും അങ്ങനെ ആവാം. ആദ്യം വലതുഭാഗത്ത്, പിന്നെ ഇടതുഭാഗത്ത്, പിന്നെ മധ്യഭാഗത്ത്. അങ്ങനെ വെള്ളം ഒഴിക്കൽ സുന്നത്താണ് എന്ന് നമുക്ക് ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാകുന്നു. ഇതേ രൂപത്തിലുള്ള ഈ മഅനയിലുള്ള ധാരാളം ഹദീസുകൾ നമുക്ക് വേറെയും കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ഈ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഹദീസുകളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് കാമിലായ ഗുസ്ലിന്റെ അഥവാ സമ്പൂർണമായ കുളിയുടെ രൂപം പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 10 കാര്യങ്ങളാണ് അതിൽ പ്രധാനമായും നാം കാണുന്നത്. 10 കാര്യങ്ങളാണ്. ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത് ഇമാം ഇബ്നു ഖുദാമ അൽ മഖ്ദസി അദ്ദേഹത്തിന് അൽ മുഗ്നിയിൽ രേഖപ്പെടുത്തുകയാണ്, വലി ഗുസ്ലിൽ ജനാബത്തി സിഫത്താൻ. ജനാബത്ത് കുളിക്ക് 2 സിഫത്തുണ്ട്. ഒന്ന് സിഫത്തു ഇജ്സാഇൻ, ഇജ്സാഇന്റെ സിഫത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഗസ്ലുൻ മജ്സി എന്ന് പറഞ്ഞ അതാണ്. തലയിലൂടെയും ശരീരത്തിലൂടെയും ജസ്റ്റ് വെള്ളം ഒഴിച്ച് ശരീരത്തിൽ മൊത്തം വെള്ളം എത്തി എന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, കൊപ്പിളിക്കുക. ഇതോടുകൂടി ജനാബത്ത് കുളിയായി. എന്നാൽ വസിഫത്തു കമാലിൻ, അതിൻ്റെ കമാലുണ്ട്. അതേതാണ്? അതാണ് അദ്ദേഹം പറയുന്നത് അൽ കാമിലു യഅതി ഫീഹി ബി 10 അഷ്യ, 10 കാര്യങ്ങൾ വരുന്നു. അതിൽ ഒന്നാമത്തത് അന്നിയ്യ. ഇത് ശ്രദ്ധിക്കുക, ഇത് ആദ്യത്തതിലുമുണ്ട്. കാരണം ഇതെല്ലാ ഇബാദത്തിലും ഉള്ളതാണെന്ത്? നിയ്യത്ത് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മനസ്സിൽ കരുതണം, ഞാൻ ജനാബത്ത് കുളിയാണ് കുളിക്കുന്നത് എന്ന്. ശരിക്കും ശ്രദ്ധിക്കുക, ധാരാളം ആളുകൾക്ക് അബദ്ധം പറ്റുന്ന ഒരു വിഷയമാണ്. ജനാബത്ത് കുളിക്കുകയാണ് എന്ന നിയ്യത്ത് മനസ്സിലില്ലെങ്കിൽ ആ കുളിയായി പരിഗണിക്കൂല. ഇപ്പം ചില ആളുകൾ രാത്രിയിൽ ജനാബത്തുകാരാവും, എന്നാൽ നേരം വെളുത്താൽ സാധാരണ കുളിക്കുന്നത് പോലെ ഒരു കുളി അവരുടെ മനസ്സിൽ ഞാൻ ജനാബത്തുകാരനാണ് എന്ന ബോധമില്ല. എല്ലാ ദിവസവും കുളിക്കുന്ന ഒരു കുളിയാണെങ്കിൽ, അല്ലെങ്കിൽ പകൽ സമയത്ത് അയാൾ ജനാബത്തുകാരനായി,
എന്നിട്ട് ളുഹറിന് മുമ്പ് അയാൾ കുളിക്കുമ്പോൾ സാധാരണ കുളിക്കുന്ന ഒരു കുളിയാണെന്നായിരുന്നു അയാളുടെ മനസ്സിലുള്ളതെങ്കിൽ, ഞാൻ ജനാപത്തുകാരനാണ്, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുകയാണ് എന്ന ചിന്തയില്ലെങ്കിൽ അത് ജനാപത്ത് കുളിയായി പരിഗണിക്കൂല. അതിനുശേഷം അയാൾ നമസ്കരിച്ച നമസ്കാരം ബാത്തിലാണ്. അയാൾ ഖളാവ് വീട്ടണം. ഓർമ്മയായാൽ ഖളാവ് വീട്ടണം. മാറ്റി കുളിക്കുകയും വേണം. ശ്രദ്ധിക്കുക. അപ്പോൾ നിയ്യത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ചെറിയ ലഘുവായ രൂപത്തിലുള്ള കുളിയാണെങ്കിലും ശരി, സമ്പൂർണമായ രൂപത്തിലുള്ള കുളിയാണെങ്കിലും ശരി, നിയ്യത്ത് നിർബന്ധമാണ്. ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. അമലുകൾ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഓരോരുത്തരും ഉദ്ദേശിച്ചതേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഉദ്ദേശം ഇല്ലെങ്കിൽ അത് കിട്ടൂല എന്നർത്ഥം. ശ്രദ്ധിക്കുക. അതുകൊണ്ട് നിയ്യത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തത് അത്തസ്മിയ, ബിസ്മില്ല എന്ന് പറയലാണ്. അത് വുദൂവിനോട് ഖിയാസാക്കിക്കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനാബത്ത് കുളിച്ചതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഹദീസുകളിൽ എവിടെയും ബിസ്മി ചൊല്ലി തുടങ്ങിയെന്ന് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ബിസ്മി ചൊല്ലൽ ഒരു നിർബന്ധമേ അല്ല. എന്നാൽ വുദു എടുക്കുമ്പോൾ ബിസ്മി ചൊല്ലിയതായി ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ആ ഹദീസുകളുടെ സനദുകളിൽ ചില ദുർബലതകൾ ഉണ്ടെങ്കിലും മൊത്തത്തിൽ ഉമ്മത്ത് അംഗീകരിച്ച ഒരു, അതല്ലെങ്കിൽ ഫുഖഹാക്കൾ ഹസൻ എന്ന ദർജ നൽകിയിട്ടുള്ള, കുഴപ്പമില്ലാത്ത ഹദീസ് എന്ന ദർജ നൽകിയതിനാൽ വുദു എടുക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയൽ മുസ്തഹബാണ്, നല്ലതാണ്. പക്ഷേ നിർബന്ധമല്ല. വുദു എടുക്കുമ്പോഴും അതെന്തല്ല, നിർബന്ധമല്ല. അതുകൊണ്ട് തന്നെ ചെറിയ അശുദ്ധിയേക്കാൾ ഗൗരവപ്പെട്ടതാണല്ലോ വലിയ അശുദ്ധി. അപ്പോൾ ആ സമയത്തും ബിസ്മില്ല എന്ന് പറയൽ നല്ലതാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ ചൊല്ലിയതായിട്ട് വ്യക്തമായ രേഖയില്ലാത്തതിനാൽ ചൊല്ലിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അല്ലാഹു അഅലം. ഇതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് വഗസ്ലി യദൈഹി സലാസ. ആദ്യം തന്നെ കൈ 3 തവണ കഴുകുക. നമ്മൾ ഹദീസിൽ നിന്ന് മനസ്സിലാക്കിയത് അള്ളാഹുവിന്റെ റസൂൽ ആദ്യം തന്നെ കൈയിലേക്ക് ഒഴിച്ചിട്ട് 3 തവണ കഴുകിയിട്ടുണ്ട്. ആദ്യം തന്നെ പാത്രത്തിലേക്ക് കൈയിടാൻ പാടില്ല. നാലാമത്തത് വഗസ്ലി മാ ബിഹി മിൻ അദൻ. പിന്നീട് തൻ്റെ ഇടത് കൈ അഥവാ ഗുഹ്യാവയവം കഴുകിയല്ലോ അള്ളാഹുവിന്റെ റസൂൽ. തൻ്റെ ഗുഹ്യാവയം കഴുകി എന്ന് ഹദീസിലുണ്ട്. അങ്ങനെ ഗുഹ്യാവയം കഴുകുകയും എന്നിട്ട് ഉപദ്രവകരമായത് നീക്കം ചെയ്യുകയും ചെയ്യുക. അതിൻ്റെ കൂടെ കൈയും കഴുകുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഗുഹ്യാവയം കഴുകിയെന്നും കാണാം. അതേപോലെ തന്നെ പിന്നീട് കൈ നിലത്ത് നന്നായി ഉരച്ച് വൃത്തിയാക്കിയെന്നും കാണാം. ഇതും അതിൽപ്പെട്ടതാണ്. പിന്നെയുള്ളത് വൽ വുദൂ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ, നമസ്കാരത്തിന് വുദൂ എടുത്തതുപോലെ വുദൂ എടുത്തു. അങ്ങനെ വുദൂ എടുക്കുക. അതേപോലെ തന്നെ വയുഹ്സി അലാ റഅസിഹി സലാസൻ യുറവ്വി ബിഹാ ഉസൂല അശ്ശഅർ. തലയിൽ വെള്ളമൊഴിക്കലാണ്. ഉസൂലു അശ്ശഅർ വരെ, അഥവാ മുടിയുടെ റൂട്ട് വരെ എത്തുന്ന രൂപത്തിൽ വൃത്തിയായി കഴുകലാണ്. അതും ആയിഷ റളിയല്ലാഹു തആല അൻഹ നമുക്ക് മനസ്സിലാക്കി തന്നു. പിന്നുള്ളത് വയുഫീദുൽ മാഅ അലാ സായിരി ജസദിഹി. വെള്ളം മുഴുവൻ ശരീരത്തിലും ഒഴിച്ച് പിന്നീട് ശരീരം മുഴുവൻ വൃത്തിയാക്കലാണ്. അവിടെ യഗ്സിൽ എന്ന് പറഞ്ഞാൽ കഴുകൽ തന്നെയാണ്. അപ്പോൾ ഉരച്ച് കഴുകൽ തന്നെയാണ് കൂടുതൽ അഫ്ളലായിട്ടുള്ളത്. അതേപോലെ തന്നെ വയബ്ദഉ ബിശിഖ്ഹിൽ ഐമൻ. വലതുഭാഗത്ത് കൊണ്ട് തുടങ്ങലാണ്. കാരണം നമ്മൾ ഹദീസ് മനസ്സിലാക്കി ആദ്യം വലതുഭാഗം, പിന്നെ ഇടതുഭാഗം, പിന്നെ മധ്യഭാഗം. അതേപോലെ തന്നെ വയദുലുകു ബദനഹു ബിയദിഹി. ശരീരം മുഴുവൻ കൈകൊണ്ട് ഉരച്ച് വൃത്തിയാക്കുക. ഇതും 9ാമത്തതാണ്. വയന്തഖിലു മിൻ മൗദിഇ ഗസ്ലിഹി ഫയഗ്സിലു ഖദമൈ. കുളിക്കുന്ന ഭാഗത്തുനിന്ന് ഒരല്പം മാറിയിട്ട് പിന്നെ 2 കാലുകൾ കഴുകുക. എന്ന് പറഞ്ഞാൽ വുളു എടുത്താൽ തലയും ചെവിയും തടവിയതിനു ശേഷം അപ്പോൾ തന്നെ കാല് കഴുകണമെന്നില്ല. അപ്പോൾ കാല് കഴുകിയാലും കുഴപ്പമില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ എന്താണ് ചെയ്തിട്ടുള്ളത്, ആ കുളിക്കുന്ന ഭാഗത്തുനിന്ന് ഒരല്പം മാറുക, എന്നിട്ട് 2 കാലുകളും കഴുകുക. വുളുവിൻ്റെതാണത്. കാരണം അവസാനത്തിൽ കാല് കഴുകൽ അത് വളരെ, അതിലൊരുപാട് ഹിക്മത്തുണ്ട്. കാരണം ശരീരം കുളിച്ചുകൊണ്ടിരിക്കെ നമുക്കറിയാം തലയിൽ നിന്ന് താഴോട്ടാണല്ലോ വെള്ളം ഒഴുകുന്നത്. അപ്പോൾ കാല് അവസാനം കഴുകുമ്പോൾ അവിടെ കൂടുതൽ വൃത്തിയാകുന്നു. അതേപോലെ തന്നെ മുസ്തഹബായി പറഞ്ഞത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ, തൻ്റെ ഓരോ മുടിയും അതിൻ്റെ റൂട്ട് റസൂൽ വൃത്തിയാക്കി. അതേപോലെ താടിയുള്ള പുരുഷന്മാർ അവരുടെ താടി രോമങ്ങൾക്കുള്ളിലും അതേപോലെ വൃത്തിയാക്കിയാൽ അത് വളരെ വലിയ മുസ്തഹബാണ്. ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടുള്ള ഒരു കുളിയാണ് കാമിലായ കുളി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസുകളും ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി കൂട്ടിവെച്ചാൽ എന്താണ് കാമിലായ കുളിയെന്നും എന്താണ് മതിയായ മജ്സിയായ കുളിയെന്നും നമുക്ക് മനസ്സിലായി. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് ചോദിക്കാനുള്ളത്, ഇങ്ങനെ ജനാബത്ത് കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമസ്കരിക്കാൻ വേണ്ടി വേറെ വുളു എടുക്കേണ്ടതുണ്ടോ? നേരത്തെ പറഞ്ഞ ലഘുവായ കുളിയാകട്ടെ കാമിലായ കുളിയാകട്ടെ, രണ്ടാണെങ്കിലും അതിനുശേഷം പിന്നെ നമസ്കരിക്കാൻ വുളുവിൻ്റെ ആവശ്യമില്ല. കാരണം ചെറിയ അശുദ്ധിയേക്കാൾ വലിയതാണ് വലിയ അശുദ്ധി. അതിൽ നിന്ന് ശുദ്ധിയാകുമ്പോൾ സ്വാഭാവികമായും ചെറിയ അശുദ്ധിയിൽ നിന്നും അയാൾ ശുദ്ധിയാകുന്നതാണ്. എന്താണ് അതിനുള്ള തെളിവ്? ഏറ്റവും വലിയ തെളിവ് സൂറത്തു നിസായിലെ 43-ാമത്തെ ആയത്താണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലാ ജുനുബൻ ലാ തഖറബുസ്സലാ, നിങ്ങൾ നമസ്കരിക്കരുതെന്ന് പറഞ്ഞിട്ട് പറയുന്നത് വലാ ജുനുബൻ, ജനാബത്തുകാരായിരിക്കെ, ഹത്താ തഗ്തസിലു ഇല്ല ആബിരി സബീലിൻ ഹത്താ തഗ്തസിലു, കുളിക്കുന്നത് വരെ എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കുളിച്ചാൽ പിന്നെ നമസ്കരിക്കാം. അവിടെ വുളുവിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞില്ല. അൽഹംദുലില്ലാഹ്.
അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലിയ അശുദ്ധിയുള്ളവർ കുളിച്ചാൽ മതി, എന്നാൽ അവർക്ക് നമസ്കരിക്കാം. അപ്പോൾ അള്ളാഹു കുളിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിൻ്റെ ആവശ്യമില്ല? വുളൂവിൻ്റെ ആവശ്യമില്ല. പ്രത്യേകിച്ചും കാമിലായ കുളിയിൽ വുളൂ വരുന്നുണ്ട്, കാമിലായ കുളിയിൽ വുളൂ കൂടി വരുന്നുണ്ട്. അപ്പോൾ പിന്നെ തീരെ ആവശ്യമില്ല. അപ്പോൾ ചില ആളുകൾക്ക് സംശയം എന്ത്? ലഘുവായ കുളിയിൽ വുളൂവിനെ കുറിച്ച് പറയുന്നില്ലല്ലോ, ആ കുളി കുളിച്ചാൽ പിന്നെ വേറെ വുളൂ എടുക്കേണ്ടതുണ്ടോ? വുളൂ എടുക്കേണ്ടതില്ല. കാരണം ഇവിടെ ഇഗ്തിസാലിൽ 2 കുളിയും പെട്ടു. കുളിച്ചാൽ മതി എന്ന് അള്ളാഹു പറഞ്ഞതിൽ ലഘുവായ കുളിയും പെട്ടു. ഇനി ഒരു തെളിവ് കൂടി തരാം. ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഫസഅലൂഹു അൻ ഗുസ്ലിൽ ജനാബ, ജനാബത്ത് കുളിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു. മാത്രമല്ല അവർ ഇങ്ങനെ കൂടി പറഞ്ഞു, ഇന്നാ ബി അർദിൻ ബാരിദ, ഞങ്ങൾ വളരെ തണുപ്പുള്ള ഒരു നാട്ടിൽ നിന്ന് വരികയാണ്, അവിടെ വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ്, അതുകൊണ്ട് വിശദമായി കുളിക്കാനൊക്കെ ചിലപ്പോൾ പറ്റാതിരിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്, അപ്പം ഞങ്ങൾ എങ്ങനെയാണ് കുളിക്കേണ്ടത്? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുത്തു, ഇന്നമാ യക്ഫി അഹദക്കും അൻ യഹ്ഫിന അലാ റഅസിഹി സലാസ ഹഫനാത്തിൻ, നിങ്ങൾ നിങ്ങളുടെ തലയിലൂടെ 3 കോരി വെള്ളം ഒഴിച്ചാൽ മതി. ശ്രദ്ധിക്കുക, തലയിലൂടെ 3 ബക്കറ്റോ, 3 ബക്കറ്റ് നിറം ചെറിയ ബക്കറ്റ്, അതല്ലെങ്കിൽ 3 പാട്ട വെള്ളം, അല്ലെങ്കിൽ ഈ സലാസ ഹഫനാത്ത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഹദീസിൽ കാണുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ കൈകൾ കൊണ്ട് കോരിയിട്ട് ഒഴിച്ചു എന്നാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ പാട്ട, അതിലൂടെ തലയിൽ കൂടി ഒഴിച്ച് ശരീരത്തിൽ മുഴുവൻ വെള്ളം എത്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടായാൽ മതി. അവിടെ പ്രത്യേകം വുളു എടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ല, വുളു എടുക്കാൻ പറഞ്ഞില്ല. പിന്നെയോ ഒരു 3 കോരി വെള്ളം തലയിലൂടെ ഒഴിച്ച് ശരീരത്തിൽ മുഴുവൻ വെള്ളം എത്തിച്ചാൽ അതാണ് ലഘുവായ കുളി, നിങ്ങൾക്ക് നമസ്കരിക്കാവുന്നതാണ്. മാത്രമല്ല ആയിഷ റളിയല്ലാഹു അൻഹ ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യതവദ്ദഉ ബഅദൽ ഗുസ്ൽ, അള്ളാഹുവിൻ്റെ റസൂല് കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ വുളു എടുക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ ലഘുവായ കുളിയാണെങ്കിലും റസൂൽ വുളു എടുത്തിരുന്നില്ല എന്ന് മനസ്സിലായി. ഇല്ലെങ്കിൽ കാമിലായ കുളിയെക്കുറിച്ചാണെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹ പ്രത്യേകം പറയും, റസൂൽ കുളിക്കുമ്പോൾ തന്നെ വുളു എടുത്തിരുന്നു എന്ന്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും റസൂൽ കുളിച്ചതിന് ശേഷം വുളു എടുത്തിരുന്നില്ല എന്ന ആ ഒരു പ്രസ്താവനയിൽ നിന്ന് തന്നെ ലഘുവായ കുളി കുളിച്ചാലും പിന്നെ വേറെ വുളു എടുക്കേണ്ടതില്ല. എന്നാൽ വുളു മുറിയുന്ന കാര്യം ഉണ്ടായാൽ വുളു എടുക്കണം. ശ്രദ്ധിക്കുക, കുളിച്ചു വരുന്ന സന്ദർഭത്തിൽ കുളിച്ചതിന് ശേഷം വുളു മുറിയുന്ന സാധാരണത്തെ സംഭവങ്ങളുണ്ട്, അതുണ്ടായി കഴിഞ്ഞാൽ പിന്നെ വുളു എടുക്കണം. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ അവർ പിന്നെ വേറെ വുളു എടുക്കേണ്ടതില്ല. ഇനി ഒരു കാര്യം കൂടിയാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരാൾ ജനാബത്തുകാരനായാൽ കുളിക്കണം എന്ന് പറഞ്ഞു, കുളിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് നമുക്ക് മനസ്സിലാക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമസ്കാരം തന്നെയാണ്. നേരത്തെ നമ്മൾ ഓതിയ സൂറത്തു നിസായിലെ 43-ാമത്തെ ആയത്ത്, നിങ്ങൾ ജനാബത്തുകാരായിരിക്കെ കുളിക്കുന്നത് വരെ നമസ്കരിക്കരുത്. അപ്പോൾ അത് നമുക്കെല്ലാവർക്കും അറിയാം, ജനാബത്തുകാരൻ അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ അവർ നമസ്കരിക്കാൻ പാടില്ല. രണ്ടാമത്തത് കഅബാലയം ത്വവാഫ് ചെയ്യാൻ പാടില്ല. എന്താ കാരണം? ത്വവാഫിന് നമസ്കാരത്തിൻ്റെ സ്ഥാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, സ്വഹീഹായ സനദോടുകൂടി അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഇന്നമ ത്വവാഫു സ്വലാത്തുൻ ഫഇദാ തുഫ്തും ഫഅഖില്ലുൽ കലാം, ത്വവാഫ് നമസ്കാരം തന്നെയാണ്, അതുകൊണ്ട് നിങ്ങൾ ത്വവാഫ് ചെയ്യുമ്പോൾ സംസാരം കുറയ്ക്കണം. മറ്റൊരു റിവായത്തിലുള്ളത് സംസാരിക്കാൻ അനുവാദമുള്ള നിസ്കാരമാണ് ത്വവാഫ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ത്വവാഫ് ചെയ്യുമ്പോൾ സംസാരിക്കാം അത്യാവശ്യത്തിന്, അതാണ് പറഞ്ഞത് ഫഅഖില്ലുൽ കലാം, വർത്തമാനം കുറയ്ക്കണം, പക്ഷെ അത്യാവശ്യത്തിന് സംസാരിക്കാം, നമസ്കാരത്തിൽ പാടില്ല. അതല്ലാതെ ത്വവാഫും നമസ്കാരവും തമ്മിൽ വ്യത്യാസമല്ല. അതുകൊണ്ടാണ് ഹൈളുകാരിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് ത്വവാഫ് ഒഴികെയുള്ള ബാക്കിയൊക്കെ ചെയ്തോ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ജനാബത്തുകാരായ ആളുകൾ കഅബാലയം ത്വവാഫ് ചെയ്യാൻ പാടില്ലാത്തതാണ്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, ഖുർആൻ മെമ്മറിയിൽ നിന്നും ഓതാൻ പാടില്ല, മൊബൈൽ ഫോണിൽ നിന്നും ഓതാൻ പാടില്ല, മുസ്ഹഫിൽ നിന്നും ഓതാൻ പാടില്ല. എന്നാൽ ഹൈളുകാരികളായ സ്ത്രീകൾ, ആർത്തവകാരികളോ അല്ലെങ്കിൽ നിഫാസുള്ള സ്ത്രീകളൊക്കെ ഖുർആൻ മെമ്മറിയിൽ നിന്നോ മൊബൈൽ ഫോണിൽ നിന്നോ ഓതുന്നതിന് കുഴപ്പമില്ല, മുസ്ഹഫ് സ്പർശിക്കരുത് എന്നേ ഉള്ളൂ. പക്ഷേ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ജനാബത്തുകാരനാണെങ്കിൽ ഖുർആൻ പാരായണം വല്ല ദിക്റിലോ ദുആയിലോ ഉള്ള ഖുർആൻ അല്ലാതെ പാരായണം ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്താണ് തെളിവ്? അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്ദിൽ ഹാജ ഫയഅകുലു മഅന അൽ-ലഹം വയഖറഉൽ ഖുർആന വലം യകുൻ യഹ്ജിസുഹു ഔ യഹ്ജുബുഹു ഇല്ലൽ ജനാബ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാംസം കഴിച്ചാലും അതേപോലെ തന്നെ ഖലാഇന് പോയി വന്നാലും വെളിക്കിരിക്കാൻ പോയി വന്നാലും ഖുർആൻ ഓതാറുണ്ട്. എന്നാൽ ജനാബത്തുള്ള അവസ്ഥയല്ലാതെ ഖുർആൻ ഓത്തിൽ നിന്ന് റസൂലിനെ മറ്റൊന്നും തടഞ്ഞിരുന്നില്ല. അപ്പോൾ ജനാബത്തുകാരനാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിയിട്ടില്ല. എന്നാൽ ചെറിയ അശുദ്ധിയാണെങ്കിൽ റസൂലുള്ള ഖുർആൻ ഓതിയിട്ടുണ്ട് തൻ്റെ മെമ്മറിയിൽ നിന്ന്. അതുകൊണ്ട് മനസ്സിലാക്കുക, ജനാബത്തുകാരൻ മെമ്മറിയിൽ നിന്ന് പോലും ഖുർആൻ ഓതുക എന്ന അർത്ഥത്തിൽ ഓതാൻ പാടില്ല. എന്നാൽ ദിക്ർ ദുആകളിൽ ഖുർആനിൽ ആയത്ത് വന്നാൽ അത് കുഴപ്പമില്ല. അപ്പോൾ ഖുർആൻ ഓത്തവർക്ക് പാടില്ല. നാലാമത്തത് മുസ്ഹഫ് സ്പർശിക്കാൻ പാടില്ല. മുസ്ഹഫ് സ്പർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തഫ്സീറോ ഖുർആൻ ആയത്തുകൾ അടങ്ങിയ പുസ്തകങ്ങളോ കുഴപ്പമില്ല. അതേപോലെ തന്നെ
മൊബൈൽ ഫോണുകളോ അതേപോലുള്ള സ്പർശിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ മുസ്ഹഫിനെ ജനാബത്തുകാർ സ്പർശിക്കാൻ പാടില്ല. അത് വുദു ഇല്ലാത്തവരും സ്പർശിക്കാൻ പാടില്ല. എന്താണ് അതിന് തെളിവ്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുവത്തയിൽ ഉദ്ധരിക്കുന്നു, അബ്ദുല്ലാഹിബിനു അബീ ബക്കർ ബിൻ ഹസം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയ കത്തിൽ അന്നഫിൽ കിതാബില്ലദി കതബഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി അംർ ബിൻ ഹസം, അംർ ബിൻ ഹസ്മിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയ റിസാലയിൽ കാണാം, അല്ലാ യമസ്സൽ ഖുർആന ഇല്ലാ ത്വാഹിറുൻ, ശുദ്ധിയോടുകൂടി അല്ലാതെ ഖുർആൻ ആരും സ്പർശിക്കരുത്. അപ്പോൾ ഖുർആൻ സ്പർശിക്കണമെങ്കിൽ ശുദ്ധി വേണം. അത് ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും പെടുമെന്നാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ജനാബത്തുകാരനും ചെറിയ അശുദ്ധിയുള്ള ആളുകളും മുസ്ഹഫ് സ്പർശിക്കാൻ പാടില്ല. അഞ്ചാമത്തത്, പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് നടന്നു പോവുകയോ വല്ലതും എടുക്കുകയോ ചെയ്യുക അല്ലാതെ അവിടെ ഇരിക്കാനോ അതേപോലെയുള്ള കാര്യങ്ങൾക്കോ പാടില്ല. എന്താണ് തെളിവ്? സൂറത്തു നിസായിലെ 43-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വലാ ജുനുബൻ ഇല്ലാ ആബിരി സബീലിൻ ഹത്താ തഗ്തസിലു, ജനാബത്തുകാരായിരിക്കെ പള്ളിയിലൂടെ വഴി പോവുകയാണെങ്കിൽ അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്? പള്ളിയിൽ ഇരിക്കാൻ പാടില്ല കുളിക്കുന്നത് വരെ. ഈ ആയത്ത് പള്ളിയിൽ ഇരിക്കുന്നതിന് വിലക്കുള്ളതാണ് എന്ന് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിരിക്കുന്നു. എന്നാൽ ജനാബത്തുകാർ പള്ളിയിൽ ഇരിക്കുന്നതിന് കുഴപ്പമില്ല എന്നൊരഭിപ്രായം പണ്ഡിത ലോകത്തുണ്ട്. പക്ഷേ ഏറ്റവും ശരിയായ പ്രബലമായ അഭിപ്രായം ജനാബത്തുകാർ ആ പള്ളിയോടുള്ള ആദരവ് കാരണത്താൽ പള്ളിയിലിരിക്കരുത് എന്നുള്ളതാണ്. അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം കൂടി അതിൽ വരുന്നു. എന്താണത്? ഇഅ്തികാഫ്. കാരണം ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ തന്നെ പള്ളിയിൽ ഭജനം ഇരിക്കലാണ്. അപ്പോൾ ജനാബത്തുകാരനാണെങ്കിൽ ഇരിക്കാൻ പാടില്ല. വല്ല കാരണവശാലും ജനാബത്തുകാരനായാൽ ഉടനെ തന്നെ പോയി കുളിച്ച് ശുദ്ധിയായി പള്ളിയിലേക്ക് വരണം. അതിനുവേണ്ടി അവർക്ക് പുറത്തു പോകാം. ഉടനെ തന്നെ കുളിക്കണം. പള്ളിയിലുള്ള ആളുകൾ ജനാബത്തുകാരായാൽ അവർ ഉറങ്ങുന്ന സമയത്ത് ഉറക്കത്താണെങ്കിൽ അവരുടെ മേൽ കുറ്റമില്ല. പക്ഷേ എഴുന്നേറ്റ് അവർ ജനാബത്തുകാരായി എന്നറിഞ്ഞാൽ ഉടനെ തന്നെ കുളിച്ച് ശുദ്ധീകരിച്ചിട്ടേ പള്ളിയിലേക്ക് വരാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജനാബത്തുകാർക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്നാൽ നോമ്പ് നോൽക്കാൻ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവേണ്ടതുണ്ടോ? ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ ജനാബത്തുകാരനായിരിക്കെ അത്താഴം കഴിക്കാറുണ്ട്, ബാങ്ക് കൊടുക്കാറുമുണ്ട്. അപ്പോൾ നോമ്പ് നോൽക്കാൻ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവേണ്ടതില്ല. എന്നാൽ നമസ്കരിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ റസൂൽ കുളിക്കും. കാരണം നമസ്കരിക്കാൻ കുളി ആവശ്യമാണ്. എന്നാൽ നോമ്പ് നോൽക്കാൻ കുളിയുടെ ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങളാണ് ജനാബത്തുകാർക്ക് ചെയ്യാൻ പാടില്ലാത്തത്. അപ്പോൾ ഇതുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ 2 ദർസുകളിലൂടെ എപ്പോഴാണ് ഒരാൾ ജനാബത്തുകാരനാകുന്നത്, എന്താണ് ജനാബത്ത്, എപ്പോഴാണ് ജനാബത്തുകാരനായി പരിഗണിക്കപ്പെടുക, അങ്ങനെ ജനാബത്തുകാരനായി കഴിഞ്ഞാൽ എങ്ങനെയാണ് കുളിക്കേണ്ടത്, അതിൻ്റെ രൂപം, അവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി നമ്മൾ മനസ്സിലാക്കി. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉൾക്കാഴ്ച ലഭിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഒരല്പം വിശദമായി തന്നെ ഹദീസുകളിൽ നബിയും സ്വഹാബികളും ലജ്ജയില്ലാതെ പറഞ്ഞു തന്ന കാര്യങ്ങൾ. അള്ളാഹുവിൻ്റെ റസൂലിനാണല്ലോ ദീന് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ചത്. അല്ലാഹു ലാ യസ്തഹീ മിനൽ ഹഖ്, സത്യം പറയാൻ അള്ളാഹു ലജ്ജിക്കൂല. ആ റസൂൽ ലജ്ജയില്ലാതെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ലജ്ജയില്ലാതെ സ്വഹാബികൾ അത് ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഇത് നമ്മുടെ ഇബാദത്തിൻ്റെ വിഷയമാണ്. പല ആളുകൾക്കും ഇതിലുള്ള അറിവില്ലായ്മ കൊണ്ട് ചില ആളുകൾ കുളിക്കേണ്ട ആവശ്യമില്ലാത്ത വിഷയത്തിലും നിരന്തരം കുളിക്കുന്നവരാണ്. വേറെ ചില ആളുകൾ കുളിക്കാനുള്ള കാരണമുണ്ടായിട്ടും ഞാൻ ജനാബത്തുകാരനല്ല എന്ന് വിചാരിച്ചിട്ട് നമസ്കരിക്കുന്നവരുമാണ്. ഈ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാതിരിക്കാനാണ് ഇത് വിശദമായി പഠിപ്പിച്ചത്, മനസ്സിലാക്കി തന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ആദരവ് നൽകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കൂടുതൽ വിജ്ഞാനം അവൻ നമുക്ക് നൽകുമാറാകട്ടെ. തികഞ്ഞ ഉൾക്കാഴ്ചയോടുകൂടിയും അറിവോടുകൂടിയും അവന് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി